അതായത് 2 ദിവസം മുമ്പാണ് ഈ പറയുന്ന സ്ഥലത്ത് സൂര്യതാപമേറ്റ് 2 പേർക്ക് പൊള്ളലേറ്റത്. നമ്മള് ഇപ്പോ 40 ഡിഗ്രി, പിന്നെ പാലക്കാട് 40 ഡിഗ്രി ചൂട്, പാലക്കാടിനടുത്ത് കിടക്കുന്ന മുണ്ടത്തിക്കോടുമൊക്കെ 38-39 ഡിഗ്രി ചൂടുള്ള സ്ഥലമാണ്. വലിയ പാടപ്രദേശമാകുമ്പോൾ ഡയറക്റ്റ് വേറെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായി സൂര്യപ്രകാശം വരും. അപ്പൊ അവിടെ ഈ ഉണക്കാൻ ഇട്ടിരുന്ന പിന്നെ കൊണ്ടുവച്ചിരുന്ന വെടിമരുന്നിൽ നിന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം പറയുന്ന അനുസരിച്ച് അതികഠിനമായ ചൂടാണ് ഇതിന് പ്രശ്നമെന്ന് പറയുന്നത്. പക്ഷേ എന്റെ വിഷയം അതല്ല, അല്ലെ നമ്മുടെ വിഷയം അതല്ല. പ്രധാനപ്പെട്ട വിഷയമാണ് അതിലുപരിയായി കൃത്യമായ സുരക്ഷിത മാർഗങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയിട്ടാണോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ഒരുപാട് ചിത്രങ്ങളൊക്കെ വരും. വീട്ടിൽ പച്ചക്കറി അരിയുന്ന പോലെ എല്ലാവരും കൂടി ഷർട്ട് ഇടാത്തവര്, പിന്നെ മാസ്ക് ഉപയോഗിക്കാത്തവര്, കയ്യുറ ഇല്ലാതെ, ഇതൊന്നുമില്ലാതെ കുറച്ച് പേര് കുടുംബത്തില് പിന്നെ നമ്മൾ അടുക്കളയിൽ ഇത് ചെയ്യുന്ന പോലെ ഇരുന്ന് ആണ് വെടിമരുന്ന് ഉണ്ടാക്കുന്നത്. അത് വളരെ അശാസ്ത്രീയമാണ്. കാരണം വെടിമരുന്നിന്റെ പുത്തിങ്ങൽ വെടിമരുന്ന് അപകടം ഉണ്ടായതിനു ശേഷം 113 പേർ മരിച്ചു പോയതിനു ശേഷം കേന്ദ്ര ഗവൺമെന്റ് വളരെ കൃത്യമായ ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം കൊണ്ടുവന്നത് എന്താണ്? നിയമം എന്തിനാ കൊണ്ടുവന്നത്? നിയമം വെറുതെ ഒരു നിയമം വന്നതല്ല. കുറെ എക്സ്പേർട്ടുകൾ, ഈ രംഗത്തെ എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകൾ ഒരുപാട് പഠനങ്ങളുടെയും അല്ലെങ്കിൽ ഒരുപാട് നിരീക്ഷണങ്ങളുടെ ഭാഗമായി കൊണ്ടുവന്നൊരു നിയമമാണ്. ആ നിയമത്തിൽ പറഞ്ഞു 200 മീറ്റർ അകലം പാലിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറ്റൂല, തൃശ്ശൂർ പൂരക്കാരെല്ലാം കൂടെ വലിയ ബഹളം ഉണ്ടാക്കി അത് 50 മീറ്റർ ആക്കി കുറയ്ക്കണം, തൃശ്ശൂരിലെ പൂരത്തെ കലക്കാനുള്ള എന്തോ സംവിധാനം എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ ബഹളം ഉണ്ടാക്കി. അതിനകത്ത് പറയുന്ന ഒരു പോയിന്റ്, ഞാൻ ആ അകലമല്ല പറയുന്നത്, പക്ഷെ വേറൊരു പോയിന്റ്, പ്രൊഫഷണലായി പഠിച്ചിട്ടുള്ളതും പ്രൊഫഷണലായി പരിശീലനം കിട്ടിയവർ മാത്രമേ ഇത് ചെയ്യാവൂ. അപ്പൊ ഈ ആശാന് ലൈസൻസ് ഉണ്ട്, സമ്മതിച്ചു. ആശാന്റെ അച്ഛന്റെ ലൈസൻസ്, അച്ഛൻ മരിച്ചപ്പോൾ ആശാന് കിട്ടി. ഓക്കെ, 13 വർഷമായി ആശാൻ ഇത് ചെയ്യുന്നു. പക്ഷെ ആശാന്റെ കൂടെയുള്ള ശിഷ്യന്മാരെന്ന് പറയുന്നവരൊന്നും പ്രൊഫഷണൽ ആളുകളല്ല. അവര് സ്ത്രീകളും വീട്ടമ്മമാരും വീട്ടില് പച്ചക്കറി അരിയുന്ന പോലെ ഇരുന്നാണ് ഇത് ചെയ്തത്. അത് വളരെ പ്രശ്നമാണെന്നേ. നമ്മളിപ്പം 10-14 പേര് മരിച്ചു നിൽക്കുന്നു, കുറച്ചു പേരുടെ മരിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കുറച്ചുപേർ അതിതീവ്രമായ പൊള്ളലിൽ കിടക്കുന്ന അതീവ ദുഃഖകരമായ ഒരു സമയത്താണ് സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പോഴല്ലാതെ നമുക്ക് സംസാരിക്കാൻ ഒരു വേദിയില്ല. അതാണ് പ്രശ്നം. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ ഇതിനെക്കുറിച്ച് ചാനലുകളും ഇല്ല, ഒരു ചർച്ചയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ പറയാതിരിക്കാൻ കഴിയുന്നില്ല. വളരെ അശാസ്ത്രീയമായിട്ടുള്ള അൺപ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ അല്ലാത്ത രീതിയിലുള്ള ഒരു പടക്ക നിർമ്മാണ സംവിധാനമാണ് കാലാകാലങ്ങളായി നമ്മൾ ചെയ്യുന്നത്. ഇന്നലെ നോക്കൂ, അവിടത്തേക്ക് അപകടം ഉണ്ടായതിനു ശേഷം വാഹനം പോകാൻ മതിലിടിച്ചാണ് കൊണ്ടുപോകേണ്ടി വരുന്നത്. അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. 3 മണിക്കൂറിലധികം എടുത്തു തീ പിടിച്ചെടുത്ത് തീയെങ്കിലും ഒന്ന് അണയ്ക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ വളരെ അശാസ്ത്രീയമായ ഒരു രീതിയിൽ അശാസ്ത്രീയമായ സ്ഥലത്ത് വളരെ ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത രീതിയിലാണ് ഈ വെടിമരുന്ന് ഉണ്ടാക്കുന്നത്, ആ കരിമരുന്നൊക്കെ ഉണ്ടാക്കുന്നത്. അതിന്റെ ചോദ്യം ചെയ്യേണ്ട സമയമായി. ഒന്ന്. രണ്ടാമത്, ഇത് തന്നെ ക്ഷേത്രങ്ങളിൽ, ഇത് എത്ര കണ്ടിന് ക്ഷേത്രങ്ങളിൽ വേണം? കാരണം ഒരു കാലഘട്ടത്തിൽ മനുഷ്യർക്ക് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ സ്ഥലവും കുറച്ച് താമസക്കാരും കുറച്ച് വീടുകളും കുറച്ച് കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന, റോഡൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇതൊക്കെ വളരെ ഓക്കെ. ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ എത്ര ആളുകൾ വരുമായിരുന്നു? ഒരു 10-30 വർഷം മുമ്പൊക്കെ എത്ര പേര് വരുമായിരുന്നു? പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് കംപ്ലീറ്റ് കെട്ടിടങ്ങളും റോഡും സംവിധാനങ്ങളും കാലാവസ്ഥാ മാറ്റവും ഇതനുസരിച്ച് നമ്മൾ മാറണ്ടേ? അപ്പൊ കാലത്തിനനുസരിച്ചുമുള്ള മാറ്റവും കൃത്യമായ പ്രൊഫഷണലിസവും കൊണ്ടുവരാൻ നമുക്ക് കഴിയാത്തത് കൂടിയല്ലേ ഈ ദുരന്തങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ഇപ്പൊ ചോദിക്കണം. ഇത് ചോദിക്കുന്ന ഇപ്പോഴത്തേക്ക് വേണ്ടിയിട്ടല്ല. ഭാവിയിൽ പുത്തുങ്ങൽ 1952 ശബരിമലയിൽ വെടിമരുന്നിന് ഇതുപോലെ തീ പിടിച്ചത് മുതൽ, അന്ന് 60 പേരെ മറ്റും മരിച്ചു. ഇതുവരെ എടുത്തു നോക്കൂ, 75 വർഷത്തെ മരുന്ന് അല്ലെങ്കിൽ കരിമരുന്ന് ഉണ്ടാക്കുന്നതിന്റെ ഒരു ചരിത്രം പരിശോധിക്കൂ. എന്ത് പ്രൊഫഷണലിസമാണ് നമ്മൾ കൊണ്ടുവന്നത്? ഓരോ സംഭവം നടക്കുമ്പോഴും നമ്മൾ അതങ്ങ് മറന്നു പോകും. ഇതുപോലൊരു ഏപ്രിൽ തന്നെയാണ് പുത്തുങ്ങലും സംഭവം 10 വർഷം മുമ്പ്. നമ്മൾ അതങ്ങ് മറന്നു. 2 ദിവസം കഴിയുമ്പോൾ നമ്മളിത് മറക്കും. എന്നിട്ട് നമ്മൾ പുതിയ കാര്യത്തിലേക്ക് പോകും. അത് ഇപ്പോഴും നമ്മൾ ഒരു പ്രൊഫഷണലിസമോ ഒരു കൃത്യമായ നിയമമോ അടിസ്ഥാന സൗകര്യങ്ങളോ, ഒരു അപകടം ഉണ്ടായാൽ അവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് സംവിധാനമോ ഒന്നുമില്ല. 3 മണിക്കൂറാണ് നമുക്ക് ഗോൾഡൻ അവേഴ്സ് നഷ്ടമായത്. 3-3:30 മണിക്ക് അപകടം ഉണ്ടാകുന്നു. പലരെയും ആശുപത്രിയിൽ എത്തിക്കുന്നത് 6 മണിക്ക് 7 മണിക്കൊക്കെയാണ്. അപ്പൊ ആ സമയം എന്ന് പറയുന്നത് ഗോൾഡൻ അവേഴ്സ് ആണ്. ഗോൾഡൻ അവേഴ്സ് ഒക്കെ നമുക്ക് നഷ്ടമാവുകയാണ്. അപ്പോൾ ഒരു പ്രാഥമിക ചികിത്സ പോലും അവിടെ കൊടുക്കാനുള്ള ഒരു പ്രൈമറി സംവിധാനം പോലും നമ്മുടെ സംവിധാനത്തിൽ ഉണ്ടാക്കി വരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ആംബുലൻസ് ഇല്ലായിരുന്നു, ഫയർഫോഴ്സ് ഇല്ലായിരുന്നു. അപ്പൊ അപകടം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ഇതൊക്കെ ഇടണമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇടുമല്ലോ. മന്ത്രിമാര് മുഖ്യമന്ത്രിക്കൊക്കെ പോകുമ്പോൾ എന്തിനാണ് ഇത്രയും വലിയ
സംവിധാനം പോണത്. അതെന്തെങ്കിലും അപകടം ഭാവിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടായാൽ രക്ഷയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി പോകുമ്പോൾ, ഞാൻ മുഖ്യമന്ത്രി മാത്രം പറഞ്ഞു, പ്രധാനമന്ത്രി പോകുമ്പോൾ എന്തെല്ലാം സംവിധാനമാണ് കൂടെ പോകുന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും അപകടം പ്രിക്കോഷൻ ഉണ്ടാവുമെങ്കിൽ അതിന് പ്രിക്കോഷൻ എടുക്കാനാണ്. അപ്പൊ ഈ കരിമരുന്നുണ്ടാക്കുന്ന വെടിമരുന്നുണ്ടാക്കുന്ന സ്ഥലത്തേക്ക് ഈ അപകടമുണ്ടായാൽ എത്രയും പെട്ടെന്ന് അവരെ രക്ഷിക്കാനുള്ള എന്ത് പ്രിക്കോഷനാണ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്? ജനങ്ങൾക്ക്, അവിടെ താമസിക്കുന്ന അടുത്തുള്ള ഒരു 4-5 കിലോമീറ്റർ സ്ഥലത്തുള്ള ജനങ്ങൾക്ക് എന്ത് അവയർനെസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? ഇതിനൊക്കെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു പ്രോട്ടോകോൾ എടുക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.